വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്കിംഗ് ടൈം വിത്ത് ഗായത്രി. അപ്പോൾ നമ്മുടെ ചാനലിൽ ബിഗ് ബോസ് വിശേഷങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഒപ്പീനിയൻസും എല്ലാം നമുക്ക് കമൻസ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കയറാം. ഇന്നത്തെ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അനുവിൻ്റെ മൊണ്ണവിളി. അത് അനു പറഞ്ഞത് ശരിയായില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി ഷോ. അതുമാത്രമല്ല, എത്രയായാലും നമ്മുടെ ഈ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലീസൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അക്ബറൊക്കെ ഇപ്പം മാരേജ് കഴിഞ്ഞ ആൾക്കാരാണ്. ശരത്തിനാണെങ്കിലും ഫാമിലി ഉണ്ട്, പിന്നെ ഷാനവാസിന് ഫാമിലി ഉണ്ട്, പിന്നെ ആര്യൻ്റെ ആണെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ അനു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പല സ്റ്റേറ്റ്മെൻറ്റ്സും അനു പെട്ടെന്നുള്ള ഒരു എടുത്തചാട്ടത്തിൽ പറയുന്നതാണ് പല സ്റ്റേറ്റ്മെൻറ്റ്സും. പക്ഷേ അത് പുറത്തേക്ക് വരുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അത് അനുവിന് തന്നെ ഒരു കുരിശായിട്ട് മാറാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അത് ലാലേട്ടൻ വന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നു. അനു പറഞ്ഞത് അക്ബർ ആ ടൈമിൽ നോക്കിയത് വളരെ ദേഷ്യത്തിൽ നോക്കി ആ ഒരു നോട്ടം ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ അത് പുറത്തേക്ക് വന്ന രീതി ശരിയായിരുന്നില്ല, അല്ലേ? അത് പുറത്തേക്ക് വന്നത് എങ്ങനെയാ? അവൻ്റെ നോട്ടം ശരിയല്ല, അവനാൾ ശരിയല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ആ സാധനം പുറത്തേക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അനുവിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സും. അപ്പോൾ ഈ മൊണ്ണവിളി ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് കാണിച്ചു കൊടുത്തിട്ട് അവിടെയുള്ള പുരുഷ കേസരികൾക്ക് തന്നെ അത് കാണിച്ചു കൊടുത്തത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ലാലേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ ഇങ്ങനെ കളി തുടർന്നാൽ പുറത്ത് നിങ്ങൾക്ക് ഈ ഒരു പേര് വീഴാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവരത് ഉൾക്കൊണ്ടിട്ടേയില്ല. അവർ ശരിക്കും ഇപ്പോൾ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അനു അവരുടെ ശത്രുപക്ഷത്തായി ഈ ഒരു വിളി കൂടെ വന്നപ്പോൾ അവർ ജിസയിലുമായിട്ട് കൂടുതൽ അടുത്തിട്ടുണ്ട്. അനുവിനെ ശരിക്കും ശത്രുവായിട്ട് നിർത്തിയിട്ടുമുണ്ട്. ഇതവർക്ക് നെഗറ്റീവ് അടിക്കും ഉറപ്പായിട്ടും. ശരത്തിനും അക്ബറിനും ഒക്കെ ഇത് നെഗറ്റീവ് അടിക്കും. കാരണം ഇപ്പം തന്നെ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്ത് പൊതുവേ ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പല പോൾസും അല്ലെങ്കിൽ പല വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പാനി ശരത്തിനെയും അക്ബറിനും ഒക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് അവിടെ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരവിടെ കളിക്കുന്നത് കൊണ്ടാണല്ലേ, അവരവിടെ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഈ പറയുന്നത് പോലെ പലരെയും പോലെ ഒതുങ്ങി മാറി ഇരുന്നിട്ടായിരുന്നെങ്കിൽ ഒരു നെഗറ്റീവ് വരില്ല. വരുന്നതാകെ എന്തായിരിക്കും വരുന്നത്? എന്താ അവിടെ പോയിട്ട് വാഴ പോലെ നിൽക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമൻസും വരില്ല. അപ്പോൾ ഇവർക്ക് നെഗറ്റീവ് കമൻസ് വരുന്നത് ഇവരുടെ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ്. അപ്പാനി ശരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, എനിക്ക് മനസ്സിലായിടത്തോളം അപ്പാനി ശരത്ത് അനീഷ് വാതുറക്കുമ്പോൾ മാത്രം സടകുടഞ്ഞ് എഴുന്നേക്കുന്ന ഒരു സ്വഭാവക്കാരനാട്ടോ. എവിടെന്നാ ശരത്തിന് ഇത്രയും ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞൂടാ. അനീഷിനെ വാ തുറക്കാൻ സമ്മതിക്കത്തില്ല. അനീഷ് ഞാനെന്ന് പറഞ്ഞാൽ തന്നെ അപ്പാനി എവിടെ നിന്നില്ലാണ്ട് പറന്നു വരും. എടാ നീ വാ തുറക്കരുത്, നിന്നെ ഉറക്കൂല, എന്തൊക്കെയാണ് പറയണത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അയാളുടെ ചെവിക്കല്ലടിച്ചു പോവും താൻ ഇങ്ങനെ കിടന്ന് ബേളം വെച്ചാൽ. ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. നടക്കുമോ വല്ലതും? എനിക്ക് തോന്നുന്നില്ല. അപ്പാനി ശരത്ത് അനീഷ് വാ തുറക്കാൻ നോക്കിയിരിക്കുവാണ് ഒച്ചയെടുക്കാൻ. അതാണ് അപ്പാനിയുടെ ഒരു കേസ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ശരത്ത് അനീഷിനോട് കാണിക്കുന്ന ആ ഒരു ദേഷ്യം വേറെ ആരവിടെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണിക്കുന്നതായിട്ട് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോസിലും വേറെ ആരോടും ഇത്രമാത്രം ശരത്ത് പോയി ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഇപ്പം നമ്മുടെ ജിസൈലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും പുള്ളിക്കാരത്തി അവിടെ റൂൾ ബ്രേക്ക് ചെയ്തു. എല്ലാവർക്കും അറിയാം പുള്ളിക്കാരത്തി ചെയ്ത് തെറ്റാണെന്ന്. പക്ഷേ അപ്പാനി ഒരു പ്രാവശ്യം പോലും പുള്ളിക്കാരത്തിയോട് പോയി പറയുന്നില്ല. ഒരിടത്ത് ഞാൻ കണ്ടില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നമ്മൾ റൂള് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, നമ്മളിവിടെ ഉള്ളിടത്തോളം നമ്മളെല്ലാവരും ബിഗ് ബോസിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് തന്നെ ഇതിനകത്ത് കഴിയണമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ ഏതൊക്കെ രീതിയിൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് നോക്കുന്നു. ഏത് പോയിന്റിൽ കയറിക്കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പാനി നോക്കുന്നത്.
അക്ബറും അതുപോലെ തന്നെയാണ്. അക്ബർ എവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, പുള്ളിക്കാരത്തി സമ്മതിച്ചല്ലോ, പുള്ളിക്കാരത്തി അത് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരോടത് പറയുന്നില്ല. മീൻസ് ബാക്കിയുള്ളവരടുത്ത് പറയുന്നുണ്ട് സമ്മതിച്ചല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ പിന്നെയും ഷാനവാസ് പറയുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളത് ചെയ്തത് ശരിയായില്ല, നിങ്ങളത് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അനീഷും ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞതല്ലാതെ കഴിഞ്ഞ ദിവസമൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ദിവസം അനീഷ് കുറച്ച് ഡൗൺ ആയിട്ട് പോലെ തോന്നി, പഴയ ആ ഊർജ്ജമൊക്കെ അങ്ങോട്ട് ചോർന്നു പോയതുപോലെ തോന്നി. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അനീഷ് എന്ത് പറ്റി, ഓക്കെ അല്ലേ, വേറെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ ആണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അനുവിൻ്റെ ഈ ഒരു കേസ് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാണാം, തീർച്ചയായിട്ടും ഇത് നല്ലൊരു കണ്ടന്റായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടോ. ശരിക്കും ബിഗ് ബോസും അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊരു കണ്ടന്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാൻ പറ്റും അത് ശരിക്കും. അനു ഇപ്പോൾ ഒരു ടാർഗറ്റായി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അനു അവിടെ ഇത്രയും പേരുള്ളതിൽ അനു നല്ലൊരു കണ്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, കണ്ടന്റ് മേക്കറായിട്ട് മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിങ്ങനെ പുകഞ്ഞ് ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അനുവും ജിസേലും നേർക്കുനേർ നിൽക്കുന്ന 2 കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ തൊട്ട് എല്ലാം ഇവർക്കൊരു പ്രശ്നമായിരിക്കും. ഇനി അനു എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിസേലിനൊരു പ്രശ്നമായിരിക്കും, ജിസേൽ എന്ത് ചെയ്താലും അനുവിനൊരു പ്രശ്നമായിരിക്കും. അതിലേക്ക് ബാക്കിയുള്ളവർ കയറും. ശരിക്കും ഇവരെ മെയിൻ നിന്നിട്ട് ഇവരിലേക്ക് ബാക്കിയുള്ളവർ വരുവാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരും സ്വന്തമായിട്ട് അവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. ഇന്നലെ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിലും ശരത്തിനും അക്ബറിനും ഒന്നും സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിലേക്ക് കയറി വന്ന് ജോയിൻ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്, അല്ലാണ്ട് അവരായിട്ട് അവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്നില്ല. അനുവിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് അനു കുറച്ചുകൂടെയൊക്കെ ഈ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അനു അടിപൊളി ഒരു പ്ലെയറാണ്. നന്നായിട്ട് കുറേ നാളെന്നല്ല, ടോപ്പ് 5 വരാൻ ചാൻസ് ഉള്ള ഒരു നല്ല ഒരു പ്ലെയറാണ് അനു എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഓരോ ദിവസത്തെ എപ്പിസോഡ് കഴിയുമ്പോഴും ആൾക്കാരോടുള്ള നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും മാറി ചിലപ്പോൾ ഇന്ന് ഇഷ്ടമല്ലെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നാളെ നമുക്ക് ഇഷ്ടം, നാളെ ഇഷ്ടമല്ലെന്ന് പറയുന്നവരായിരിക്കും മറ്റന്നാൾ ഇഷ്ടം. ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇരിക്കും. എന്തായാലും ഇന്ന് ലാലേട്ടൻ വരുന്നുണ്ട്, ലാലേട്ടൻ വന്ന പ്രൊമോയൊക്കെ കാണുന്നുണ്ട്. ഇന്ന് മിക്കവാറും നോ എവിക്ഷൻ. ഇത് എനിക്കറിയില്ല, ആ ഒരു പ്രൊമോ കണ്ടതിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ആ കാർഡിൽ നോ എവിക്ഷൻ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ തോന്നുന്നതാണ് നോ എവിക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് നിന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഇതിനിടയ്ക്ക് പ്രൊമോ വരികയാണെങ്കിൽ ഞാൻ ആ പ്രൊമോ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഊർജം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.